കാഫ് റൈസ് 1 2 3. വെരിക്കോസ് വെയിൻ ഒരിക്കലും വരാൻ പാടില്ല. എന്ത് ചെയ്യാൻ പറ്റും? ഞാനിപ്പോൾ നിൽക്കുന്നത് കരകുളം ലോക മെഡിസിറ്റിയിലാണ്. വെരിക്കോസ് വെയിൻസ് ഒരിക്കലും വരാതിരിക്കാൻ. അപ്പോൾ വെരിക്കോസ് വെയിൻസ് വരാതിരിക്കാനായിട്ട് നമ്മൾ ആദ്യം അറിയേണ്ടത് എന്താണ് വെരിക്കോസ് വെയിൻസ് എന്നാണ്. നമ്മുടെ അശുദ്ധ രക്തം കൊണ്ടുവരുന്ന രക്തക്കുഴലുകളിൽ ഉണ്ടാകുന്ന ചേഞ്ചുകളെയാണ്, കുഴലുകളുടെ ഫംഗ്ഷൻ തന്നെ അവിടെ നശിച്ചു പോകുന്ന സാഹചര്യങ്ങളാണ് നമ്മൾ വെരിക്കോസ് വെയിൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് ഒക്യുപേഷൻ, അതായത് ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ. ഒരുപാട് നേരം നിൽക്കുന്ന ഒരാളിൽ ഇത് ഏറ്റവും കൂടുതൽ കാണാൻ സാധ്യതയുണ്ട്. കാല് തൂക്കിയിട്ട് ഇരിക്കുന്നവരിലൊന്നും കാണാൻ സാധ്യത കൂടുതലാണ്. ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അപ്രൈറ്റ് പൊസിഷൻ, അതായത് നമ്മൾ നിൽക്കുന്നതിൻ്റെ ഒരു പ്രധാന പ്രശ്നമാണ്. അപ്പം നമ്മുടെ കാലിൻ്റെ അവിടെ നിന്നുള്ള രക്തക്കൊള്ളുകളിൽ നിന്ന് രക്തം മുകളിലേക്ക് പോകാത്ത വരുന്ന സാഹചര്യങ്ങളിൽ ഇതൊരു ബലൂണിനകത്ത് വെള്ളം നിറയുന്ന പോലെ നമ്മുടെ കുടലിനകത്തും രക്തം കെട്ടി നിൽക്കും. വേദന, വീക്കം, രക്തത്തിൻ്റെ കമ്പണൻസ് പൊട്ടിയിട്ട് അതിനുശേഷം കറുത്ത നിറം വരിക, ചൊറിച്ചിലുണ്ടാകുക, ആ ചൊറിഞ്ഞ് പൊട്ടുക, വ്രണ ഉണ്ടാകുക, അത് ഉണങ്ങാതെ വരിക, ഇങ്ങനെയുള്ള കണ്ടീഷൻസ് ഉണ്ടാകും. പരമാവധി ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ ചെയ്യുക, ഒബീസിറ്റി, വണ്ണം കുറയ്ക്കുക, കാല് അധികം നേരം തൂക്കിയിടാതിരിക്കുക, കാല് പൊക്കി വെച്ച് കിടക്കുക, പിന്നെ എക്സസൈസ് കാര്യങ്ങൾ ചെയ്യുക. ഒരുപാട് നേരം ഇരുന്ന് ജോലി ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ എക്സസൈസിന് പ്രാധാന്യം കൊടുക്കുക, നടക്കുക, സൈക്ലിംഗ് ചെയ്യുക, സ്റ്റെപ്സ് കയറുക, ലിഫ്റ്റ് പരമാവധി ഉപയോഗിക്കാതിരിക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്കൊരു പരിധി വരെ വെരിക്കോസ് വെയിൻസ് വരാതിരിക്കാൻ ശ്രമിക്കാം. കുഴലുകൾ നമ്മൾ എടുത്ത് കളയുകയോ അല്ലെങ്കിൽ കരിച്ച് കളയുകയോ അല്ലെങ്കിൽ ഒട്ടിച്ച് വെക്കുകയോ ചെയ്യുന്ന പ്രൊസീജിയറിനാണ് നമ്മൾ സർജറി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ആയതിനു ശേഷം പോലും നമ്മുടെ ഈ പറയുന്ന അശുദ്ധ രക്തം നമുക്ക് എന്തായാലും ആ ഭാഗത്തുനിന്ന് കൊണ്ടുപോയേ പറ്റും. അപ്പോൾ എന്തായാലും പുതിയതായിട്ടൊരു കുഴലുകൾ വരും. ആ കുഴലുകൾ വരുമ്പോഴും ആ കുഴലുകൾക്കകത്തുള്ള വാൽവുകൾക്ക് പ്രശ്നം വരികയാണെങ്കിൽ ഇതേപോലെയുള്ള ബുദ്ധിമുട്ടുകൾ പിന്നെയും വരും. എല്ലാവരോടും നമ്മൾ പറയുന്ന ഇതാണ്, പരമാവധി സമയം നിൽക്കാതിരിക്കുക, കാല് തൂക്കിയിട്ടിരിക്കാതിരിക്കുക. കിടക്കാൻ നേരത്തും ഇരിക്കാൻ നേരത്തും പരമാവധി കാല് പൊക്കി വെച്ചിരിക്കുക. നമ്മൾ കാലുകൾ പൊക്കി വെച്ചിരുന്ന സമയത്ത് കാലിൻ്റെ മുകളിൽ നിന്ന് താഴത്തേക്ക് രക്തം സുഖമായിട്ട് വരും. അങ്ങനെ കെട്ടിക്കിടക്കുകയോ കാര്യങ്ങളൊന്നും ചെയ്യാത്തപ്പോൾ നമുക്ക് നല്ല വേദന കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. പിന്നെ ഉള്ളത് വെരിക്കോസ് വെയിൻസിൻ്റെ സ്റ്റോക്കിങ്സ് ഉപയോഗിക്കുക എന്നുള്ളത്. കംപ്രഷൻ കൊടുക്കുമ്പോഴേക്കും പുറമേ നിന്ന് കംപ്രഷൻ കിട്ടുമ്പോഴേക്കും ഈ രക്തമൊക്കെ മുകളിലോട്ട് പോകുന്നതായിരിക്കും. അപ്പോൾ അതിനകത്ത് പ്രധാനമായിട്ടുമുള്ള എക്സസൈസ് എന്ന് പറയുന്നത് കാഫ് മസിൽസിൻ്റെ എക്സസൈസാണ്. അപ്പോൾ അതിന് ചെയ്യാൻ പറ്റുന്ന എക്സസൈസ് ആണെങ്കിൽ 1-2 ഞാൻ കാണിച്ചു തരാം. അതിനകത്ത് കാഫ് റൈസ് ഇത് കണ്ടോ, ഇവിടെ നിൽക്കുക, പറ്റുമെങ്കിൽ സപ്പോർട്ട് കൊടുക്കുക, പക്ഷേ സപ്പോർട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് കണ്ടോ, കാഫ് റൈസ് 1 2 3 4 5 6 7 8 9 10. വേണമെങ്കിൽ എക്സ്ട്രാ വെയിറ്റ് യൂസ് ചെയ്യുമെങ്കിൽ കയ്യിൽ വേണമെങ്കിൽ ഡംബൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇത് മതി. ഇതാകുമ്പോൾ നമ്മുടെ കാഫ് മസിൽസ് നല്ലപോലെ വർക്ക് ചെയ്യുകയും ചെയ്യും, ആ പറയുന്ന രക്തം മുകളിലോട്ട് പോവുകയും ചെയ്യും.